നമസ്കാരം. ദൃഢത്തിലേക്ക് സ്വാഗതം. മിഡിൽ ഈസ്റ്റിൽ ഹമാസ് നിരായുധീകരണത്തിനുള്ള റോഡ്മാപ്പിന് സമ്മതിച്ചെന്ന സുപ്രധാന വാർത്തയോടെയാണ് ഇന്നത്തെ വാർത്തകൾ ആരംഭിക്കുന്നത്. ഒപ്പം കീവിൽ റഷ്യ നടത്തിയ വിനാശകരമായ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും. ഈ വാർത്തകളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾക്കായി ഞങ്ങളോടൊപ്പം തുടരുക. ഫുട്ബോൾ ലോകത്തെ പ്രധാന ടൂർണമെന്റുകളിലെ ഓഹരികൾ വിറ്റഴിക്കാനുള്ള വിവാദപരമായ നീക്കത്തിൽ നിന്ന് ഫിഫ ഔദ്യോഗികമായി പിന്മാറി. ഫിഫയുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ മുന്നോട്ടുവെച്ച ഈ പദ്ധതിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം കോൺഫെഡറേഷനുകളും ദേശീയ ഫുട്ബോൾ അസോസിയേഷനുകളും ആരാധകൂട്ടായ്മകളും ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തിരുന്നു. ഫുട്ബോളിന്റെ വിശ്വാസ്യതയും ഭരണഘടനയും ഈ നീക്കം ബാധിക്കുമെന്ന് ഇവർ ആശങ്ക പ്രകടിപ്പിച്ചു. ടൂർണമെന്റുകൾ സ്വകാര്യവൽക്കരിക്കുന്നത് ഫിഫയുടെ ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും കായിക വികസനത്തിൽ നിന്ന് ശ്രദ്ധ മാറാൻ കാരണമാകുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നിക്ഷേപ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് ഫിഫ നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. ഫിഫയുടെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ മറ്റ് മാർഗങ്ങൾ തേടുമെന്ന് അധികൃതർ അറിയിച്ചു. എങ്കിലും ഇൻഫാന്റിനോയുടെ വാണിജ്യ അജണ്ടകൾക്ക് ഈ തീരുമാനം വലിയ തിരിച്ചടിയാണ്. ഫുട്ബോളിന്റെ പ്രധാന സ്വത്തുക്കൾ സ്വകാര്യ നിക്ഷേപകർക്ക് കൈമാറാതെ അസോസിയേഷനുകളുടെ നിയന്ത്രണത്തിൽ തന്നെ നിലനിർത്തണമെന്ന ഫുട്ബോൾ നിരീക്ഷകരുടെ നിലപാടിന് വലിയ വിജയമാണിത്. ന്യൂസ്. ഗസയിലെ നിരായുധീകരണ കരാറിനെ ഔദ്യോഗികമായി സ്വാഗതം ചെയ്ത് സൗദി അറേബ്യ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച ഈ കരാർ പ്രാദേശിക നയതന്ത്രത്തിലെ സുപ്രധാന നേട്ടമാണെന്ന് സൗദി വിശേഷിപ്പിച്ചു. വെള്ളിയാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ പ്രസിഡന്റ് ട്രംപിന്റെ നേതൃത്വത്തെയും ഈജിപ്ത്, ഖത്തർ, തുർക്കിയെ, അന്താരാഷ്ട്ര സമാധാന കൗൺസിൽ എന്നിവരുടെ നിരന്തരമായ മധ്യസ്ഥ ശ്രമങ്ങളെയും സൗദി വിദേശകാര്യ മന്ത്രാലയം അഭിനന്ദിച്ചു. ബിബിസി, അൽ ജസീറ എന്നിവയുടെ റിപ്പോർട്ടുകൾ പ്രകാരം യുഎൻ സുരക്ഷാ കൗൺസിൽ പ്രമേയം 2803 ഉൾപ്പെടുത്തിയിരിക്കുന്ന സമഗ്ര സമാധാന പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് സൗദി അറേബ്യ വീണ്ടും വ്യക്തമാക്കി. നിശ്ചിത സമയപരിധിക്കുള്ളിൽ കരാറിന്റെ എല്ലാ ഘട്ടങ്ങളും കർശനമായി നടപ്പിലാക്കുന്നതിലാണ് ഈ ധാരണയുടെ വിജയമെന്ന് സൗദി ഉദ്യോഗസ്ഥർ ഊന്നിപ്പറഞ്ഞു. ഗസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സേന പൂർണ്ണമായും പിന്മാറുക, അന്താരാഷ്ട്ര സ്ഥിരത സേനയെ ഉടൻ വിന്യസിക്കുക, മാനുഷിക സഹായങ്ങൾക്കായി തടസ്സമില്ലാത്ത സുരക്ഷിത ഇടനാഴി സ്ഥാപിക്കുക എന്നിവയാണ് സ്ഥിരതയിലേക്കുള്ള വഴിയെന്ന് സൗദി സർക്കാർ വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കുന്നതിനായി പ്രാദേശിക, അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിക്കാൻ സൗദി പ്രതിജ്ഞാബദ്ധമാണെന്നും ശാശ്വതമായ പരിഹാരത്തിലേക്കുള്ള മാറ്റത്തിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും അധികൃതർ അറിയിച്ചു. ശത്രുത അവസാനിപ്പിച്ചതിനുശേഷം ഗസയിൽ സ്ഥിരത ഉറപ്പാക്കാൻ ആവശ്യമായ രാഷ്ട്രീയ, ലോജിസ്റ്റിക്കൽ പിന്തുണ നൽകാൻ തയ്യാറാണെന്ന് റിയാദ് വ്യക്തമാക്കിയതോടെ നയതന്ത്ര രംഗത്ത് വലിയ മാറ്റത്തിനാണ് തുടക്കമായിരിക്കുന്നത്. വേണ്ടി ഫിജിയിൽ നിന്നുള്ള ഇരട്ടകളായ ജെസിബലും ഡെസീഷിയും വേർപിരിയൽ ശസ്ത്രക്രിയയ്ക്കായുള്ള വൈദ്യപരിശോധനയ്ക്കായി റിയാദിലെത്തി. തിരുഗേഹങ്ങളുടെ സേവകൻ സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശപ്രകാരമാണ് ഇരട്ടകൾ വെള്ളിയാഴ്ച കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയത്. സൗദി ഗസറ്റ് റിപ്പോർട്ട് പ്രകാരം നാഷണൽ ഗാർഡ് ഹെൽത്ത് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലുള്ള കിങ് അബ്ദുല്ല സ്പെഷ്യലിസ്റ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് ഇവരെ ഉടൻ തന്നെ മാറ്റി. ശസ്ത്രക്രിയയുടെ സാധ്യതകൾ പരിശോധിക്കുന്നതിനായി വിദഗ്ധരായ മെഡിക്കൽ സംഘം കുട്ടികളെ സമഗ്രമായ പരിശോധനയ്ക്ക് വിധേയരാക്കും. കിങ് സൽമാൻ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് ആൻഡ് റിലീഫ് സെന്റർ സൂപ്പർവൈസർ ജനറലും സൗദി കൺജോയിന്റ് ട്വിൻസ് പ്രോഗ്രാം മേധാവിയുമായ ഡോ. അബ്ദുല്ല അൽ റബിയ ഈ മാനുഷിക പ്രവർത്തനത്തിന് സൗദി നേതൃത്വത്തോട് നന്ദി രേഖപ്പെടുത്തി. വംശീയതയോ പശ്ചാത്തലമോ നോക്കാതെ സഹായം ആവശ്യമുള്ളവർക്ക് അത്യാധുനിക വൈദ്യസഹായം നൽകുന്നതിൽ സൗദി അറേബ്യയ്ക്കുള്ള പ്രതിബദ്ധതയാണ് ഈ പദ്ധതിയിലൂടെ വ്യക്തമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സങ്കീർണമായ ശസ്ത്രക്രിയകൾ കൈകാര്യം ചെയ്യുന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പ്രശസ്തിയാർജിച്ചതാണ് സൗദി കൺജോയിന്റ് ട്വിൻസ് പ്രോഗ്രാം. പ്രാഥമിക പരിശോധനകൾ പൂർത്തിയാക്കി ചികിത്സാ പദ്ധതി തയ്യാറാക്കിയ ശേഷം മെഡിക്കൽ സംഘം കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേണ്ടി മുൻ പ്രസിഡന്റ് ഒലാൻഡ്രോ ഉമാല ജയിൽ മോചിതനായി. അഴിമതിക്കേസിൽ അദ്ദേഹത്തിന് ലഭിച്ച 15 വർഷത്തെ തടവുശിക്ഷ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി ഉത്തരവിനെ തുടർന്നാണ് നടപടി. 2011 മുതൽ 2016 വരെ പെറുവിന്റെ പ്രസിഡന്റായിരുന്ന ഉമാല കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ തെളിഞ്ഞതിനെ തുടർന്ന് 2025 മുതലാണ് ജയിലിൽ കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തോടൊപ്പം ശിക്ഷിക്കപ്പെട്ട ഭാര്യ നദീൻ ഹെരേഡിയെയും കോടതി കുറ്റവിമുക്തയാക്കി. ആരോപിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളിൽ ഇവർക്കെതിരെ മതിയായ തെളിവുകളില്ലെന്ന് നിരീക്ഷിച്ചാണ് അപ്പീൽ കോടതി ശിക്ഷ റദ്ദാക്കിയത്. ബിബിസിയും അൽ ജസീറയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പെറുവിൽ കഴിഞ്ഞ ദശകത്തിൽ നടന്നുവരുന്ന അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിലെ സുപ്രധാന കേസുകളിലൊന്നായിരുന്നു ഇത്. എന്നാൽ കോടതി വിധിക്കെതിരെ നിയമനടപടികളുമായി മുന്നോട്ട് പോകാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം.
തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഉമാലയും ഭാര്യയും തുടക്കം മുതലേ വാദിച്ചിരുന്നു. നിലവിൽ ഇരുവരും ജയിൽ മോചിതരായെങ്കിലും ഈ നിയമപോരാട്ടം പെറുവിലെ നിയമവിദഗ്ധർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ജെർട്രദനൊപ്പം തുടരുക. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ തുടർച്ചയായ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 9 പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. നഗരപ്രദേശങ്ങളെ ലക്ഷ്യമാക്കി റഷ്യ ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കുന്നത് വർദ്ധിപ്പിച്ചത് സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നതിന്റെ സൂചനയാണ്. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് നഗരത്തിലുടനീളം വലിയ തോതിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കഴിഞ്ഞ ആഴ്ചകളിലെ ഏറ്റവും ശക്തമായ വ്യോമാക്രമണങ്ങളിലൊന്നാണ് ഇതെന്നാണ് ഉക്രൈനിയൻ അധികൃതർ പറയുന്നത്. ശത്രുക്കളുടെ മിസൈലുകളുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് അവയെ പൂർണ്ണമായും തടയാനായില്ലെന്നും അവർ വ്യക്തമാക്കി. ആക്രമണത്തിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് മോസ്കോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും ഉക്രൈനിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ക്രെംലിൻ ആവർത്തിക്കുന്നു. അവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിൽ തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമായതിനാൽ കൂടുതൽ മിസൈൽ ആക്രമണങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരണമെന്ന് പ്രാദേശിക ഭരണകൂടം നിർദ്ദേശം നൽകി. സംഭവവികാസങ്ങൾ ദൃഢത നിരീക്ഷിച്ചുവരികയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത്. ഹമാസിന്റെ സായുധ വിഭാഗത്തെ നിരായുധീകരിക്കുന്നതും ഗാസ മുനമ്പിൽ നിന്ന് ഇസ്രായേൽ സേന ഘട്ടം ഘട്ടമായി പിന്മാറുന്നതും ഉൾപ്പെടുന്ന റോഡ്മാപ്പിന് ഹമാസ് ഔദ്യോഗികമായി അംഗീകാരം നൽകി. ബിബിസിയും അൽ ജസീറയും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം പുതുതായി രൂപീകരിക്കുന്ന പലസ്തീൻ ഭരണസമിതിക്ക് ആയുധങ്ങൾ കൈമാറാൻ ഹമാസ് സമ്മതിച്ചതായാണ് വിവരം. ഇത് നിലവിലെ സംഘർഷത്തിൽ വലിയൊരു മാറ്റത്തിന് വഴിയൊരുക്കും. ട്രംപ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയുള്ള ചട്ടക്കൂടിന് കീഴിലാണ് ഈ നിർദ്ദേശം തയ്യാറാക്കിയിരിക്കുന്നത്. മേഖലയിൽ സ്ഥിരത വീണ്ടെടുക്കുന്നതിനായുള്ള ഘട്ടം ഘട്ടമായുള്ള മാറ്റങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരാർ പ്രകാരം ഇസ്രായേൽ സൈനിക പിന്മാറ്റത്തിനൊപ്പം തന്നെ നിരായുധീകരണ പ്രക്രിയയും നടക്കും. ഭരണസമിതിയിൽ ആരൊക്കെ ഉൾപ്പെടണം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണെങ്കിലും ആയുധങ്ങൾ ഉപേക്ഷിക്കാനുള്ള ഹമാസിന്റെ തീരുമാനം അവരുടെ ദീർഘകാല നയങ്ങളിൽ നിന്നുള്ള വലിയൊരു മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. നടപ്പാക്കലിന്റെ പ്രാരംഭഘട്ടത്തിനായി ഇരുപക്ഷവും തയ്യാറെടുക്കുമ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകർ ഇതിന്റെ സമയക്രമം പരിശോധിച്ചുവരികയാണ്. മാനുഷിക പ്രതിസന്ധിയിൽ ഇതൊരു വഴിത്തിരിവാകുമെന്നാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഈ റോഡ്മാപ്പിന്റെ വിജയം പ്രാദേശിക പങ്കാളികളുടെ സഹകരണത്തെയും പരിവർത്തന കാലയളവിൽ സുരക്ഷ ഉറപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിയുമോ എന്നതിനെയും ആശ്രയിച്ചിരിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വേണ്ടി ഗാസ മുനമ്പിലുടനീളം ഇസ്രായേൽ സൈന്യം സൈനിക നടപടികൾ ശക്തമാക്കിയതിനെ തുടർന്ന് രാത്രിയിൽ നിരവധി ഫലസ്തീനികൾക്ക് പരിക്കേറ്റു. അൽ ജസീറയുടെ റിപ്പോർട്ടുകൾ പ്രകാരം പാർപ്പിടങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ വ്യോമാക്രമണങ്ങളും വിവിധ പ്രദേശങ്ങളിൽ നിന്ന് താമസക്കാരെ നിർബന്ധിതമായി ഒഴിപ്പിച്ചതും സംഘർഷം കൂടുതൽ രൂക്ഷമാക്കിയിരിക്കുകയാണ്. നേരത്തെ സുരക്ഷിതമെന്ന് പ്രഖ്യാപിച്ച മേഖലകളിൽ പോലും കരവ്യോമസേനകൾ സാധാരണക്കാർക്ക് നേരെ സമ്മർദ്ദം തുടരുന്നത് സ്ഥിതിഗതികൾ വഷളാക്കുന്നു. തുടർച്ചയായ ബോംബാക്രമണവും അടിസ്ഥാന സൗകര്യങ്ങൾ തകർന്നതും കാരണം രക്ഷാപ്രവർത്തകർക്ക് അപകടസ്ഥലങ്ങളിൽ എത്താൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്ന് പ്രദേശത്തെ മെഡിക്കൽ വൃത്തങ്ങൾ അറിയിച്ചു. ആക്രമണങ്ങളിൽ കെട്ടിടങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. നിരവധി കുടുംബങ്ങൾ അഭയമില്ലാതെ തെരുവിലായി. മാനുഷിക സാഹചര്യം കൂടുതൽ വഷളാവുകയാണ്. തങ്ങളുടെ നടപടികൾ സുരക്ഷാ പ്രവർത്തനങ്ങളുടെ ഭാഗമാണെന്ന് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുമ്പോൾ തോക്കിൻമുനയിൽ നിർത്തിയാണ് ഒഴിപ്പിക്കലുകൾ നടക്കുന്നതെന്ന് പ്രാദേശിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. വർദ്ധിച്ചുവരുന്ന മരണനിരക്കിലും പലായനം ചെയ്യുന്നവർക്ക് സുരക്ഷിത കേന്ദ്രങ്ങൾ ഇല്ലാത്തതിലും അന്താരാഷ്ട്ര നിരീക്ഷകർ ആശങ്ക രേഖപ്പെടുത്തി. തുടർച്ചയായ ആക്രമണ ഭീഷണി നിലനിൽക്കുന്നതിനാൽ രക്ഷാപ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. മരണസംഖ്യ സംബന്ധിച്ച ഔദ്യോഗിക കണക്കുകൾ ഇനിയും ലഭ്യമായിട്ടില്ല. ചെറുതന് വേണ്ടി വാർത്താ വിഭാഗം. ഈ വാർത്താ ബുള്ളറ്റിനിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ വാർത്തകളിലെ തുടർവിവരങ്ങൾ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക. സത്യം ആദ്യം, വാർത്ത പിന്നീട്.